Hello guys, welcome back to our channel Snippets Outloud. അപ്പോൾ guys ഇത് പൈത്തണിന്റെ പാർട്ട് 3 ട്യൂട്ടോറിയൽ ആണ്. പാർട്ട് 2 ട്യൂട്ടോറിയൽ കാണാത്തവരുണ്ടെങ്കിൽ മുകളിലത്തെ ഐ ബട്ടണിൽ കാണുന്ന ലിങ്ക് എടുത്തിട്ട് പോയിട്ട് കണ്ടിട്ട് വരിക guys. പാർട്ട് 2 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 3 കാണുക. Guys, അപ്പോൾ if you like the video, give it a thumbs up and consider subscribing the channel. അപ്പോൾ guys, let's get it started. അപ്പോൾ guys ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്ന് പൈത്തണിലെ ഇൻപുട്ട് കൊടുക്കുന്നതും രണ്ടാമത് പൈത്തണിന്റെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻപുട്ട് ആൻഡ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്. അപ്പോൾ ഇൻപുട്ടും ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഗൈസ്. അപ്പോൾ ആ ഇൻപുട്ടിലേക്ക് നോക്കാം ഗൈസ്. ഇൻപുട്ട് നോക്കുന്ന ടൈമിൽ നമുക്ക് എങ്ങനെയാണ് പൈത്തണിനകത്ത് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുക, മീൻസ് നമ്മൾ യൂസറിന് ഒരു ഇൻപുട്ട്, യൂസറിന് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ATM ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് അവർ ചോദിക്കും, നമ്മൾ കാർഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും എൻ്റർ യുവർ പിൻ എന്ന് പറഞ്ഞ് ചോദിക്കുന്നില്ല, അത് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആ ഇൻപുട്ടാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ചോദ്യം എങ്ങനെയാണ് പൈത്തൺ വെച്ചിട്ട് നമ്മൾ ചോദിക്കുക, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് ജസ്റ്റ് സിമ്പിൾ ആണ്. നമുക്ക് പൈത്തണിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പമാവാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന സെയിം വാക്ക് തന്നെ ഫംഗ്ഷൻസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പൈത്തണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ സ്ട്രിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചോദിക്കുന്നു, നമ്മൾ സാധാരണ ചോദിക്കുന്നവർ അപ്പോൾ സ്ട്രിങ് യൂസ് ചെയ്ത് ചോദിക്കുന്നു ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ റൺ ചെയ്ത് നോക്കാം. ഹൗ ആർ യു നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ ആൻസർ അടിക്കണം. ഇത് ഇവിടെ നിന്ന് വിട്ടിട്ട് നമുക്ക് കുറച്ച് ഇപ്പുറത്തേക്കാക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു സ്പേസ് ലീവ് ചെയ്ത് കൊടുത്താൽ മതി. സേവ് ചെയ്യാം, ഒന്നുകൂടെ റൺ ചെയ്യാം, ഒന്ന് ക്ലോസ് ചെയ്യാം, ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കേസ് ഉണ്ടോ ഇവിടെ കിട്ടി. അപ്പോൾ ഹൗ ആർ യു, അപ്പോൾ നമ്മൾ ഫൈൻ എന്ന് അടിച്ചു, അത്രേ ഉള്ളൂ. ജസ്റ്റ് അതിൻ്റെ റെസ്പോൺസ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് എന്തടിച്ചാലും കോഡ് ഫിനിഷ് ആവും, അത്രേ ഉള്ളൂ. ഒരു ഇൻപുട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു, അത്രയാണ് ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. വളരെയധികം യൂസ് ഉള്ള ഒരു ഫംഗ്ഷനാണ്. പിന്നെ പല ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഫംഗ്ഷനാണ് ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്കത് കറക്റ്റ് ആണോ നോക്കാം. ഇൻപുട്ട് കൊടുത്തിട്ട് അപ്പുറത്ത് പ്രിന്റ് ചെയ്തിട്ട് ഒരു ആൻസർ കൊടുക്കുന്നതും ഓക്കെ അങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹൗ ആർ യു, അപ്പോൾ നമ്മൾ ഫൈൻ എന്ന് അടിച്ചു. അപ്പോൾ അതൊന്നും നമ്മൾ അറിയുന്നില്ല, അത് ഫൈൻ ആണോ എന്തടിച്ചാലും നമ്മൾ പറയും പ്രിന്റ് ഹോപ്പ് യു ആർ ഫൈൻ. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഹൗ ആർ യു, അപ്പോൾ നമ്മൾ ഫൈൻ എന്നടിച്ചു കഴിഞ്ഞാൽ ഹോപ്പ് യു ആർ ഫൈൻ. വാവ്, ഫിനിഷ്ഡ്. അപ്പോൾ ഇതാണ് ഗൈസ് ഒരു ഇൻപുട്ട് തരുന്നത്, ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു, എന്താ പറയുക, അതന്നെ സംഭവം മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് സംഭവം. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനുള്ള ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനെ പറ്റി. ഇത് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് വെച്ചിട്ട് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട് വേറെ, പക്ഷെ അതല്ല ഇനി ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഇനി ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ടെക്സ്റ്റ് ഫോർമാറ്റ്. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, ക്ലിയർ ചെയ്തേക്കാം. അപ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനകത്ത് നമുക്ക് വേണ്ടത് ഓക്കെ ഒരു ഫോർമാറ്റഡ് സ്ട്രിങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റത്തെ സംഭവം. ഒരു ഫോർമാറ്റഡ് സ്ട്രിങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യ സംഭവം. അതായത് പ്രിന്റ് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു എഫ് കൊടുക്കുന്നു, പ്രിന്റ് എഫ്. ഇപ്പൊ ഇത് ഫോർമാറ്റഡ് സ്ട്രിങ് ആയിട്ട് മാറി. ഓക്കെ, ഇതാണ് ഫോർമാറ്റഡ് സ്ട്രിങ്. കാരണം മീൻസ് നമുക്ക് ഈ സ്ട്രിങ്ങിനകത്ത് നമ്മുടെ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന സാധനങ്ങളും അതേപോലെ തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വേരിയബിൾസ് ഇതിനകത്ത് യൂസ് ചെയ്യാം. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ആയി കിട്ടും, നമുക്ക് ഹലോ എന്ന് കിട്ടും. ഓക്കെ, ഈ എഫ് ഇവിടെ യൂസ് ചെയ്താലും കിട്ടും. പക്ഷെ ഇതിന്റെ യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ വേരിയബിൾസ് എന്താന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നെയിം ഈസ് ഈക്വൽ ടു സ്നിപ്പെറ്റ്സ് ഔട്ട്ലൗഡ് എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൈ ചാനൽ നെയിം ഈസ് നെയിം. ഇപ്പൊ കണ്ടോ, ഞാൻ ഇവിടെ യൂസ് ചെയ്ത ഈ വേരിയബിളിനെ എനിക്ക് ഇതിനകത്ത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ റൺ ചെയ്തു, മൈ ചാനൽ നെയിം ഈസ് സ്നിപ്പെറ്റ്സ് ഔട്ട്ലൗഡ്. കണ്ട, ഈ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ എനിക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റിയെന്നുകൊണ്ട് ഞാൻ ഇവിടെ ഫോർമാറ്റഡ് സ്ട്രിങ് യൂസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഫോർമാറ്റഡ് സ്ട്രിങ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്ട്രിങ്സ് യൂസ് ചെയ്യാം,
വേരിയബിൾസ് യൂസ് ചെയ്യാം, രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന പരിപാടി നടക്കാം. അപ്പൊ അതൊക്കെയാണ് ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഗൈസ് പൈത്തണിലെ സ്ട്രിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്ട്രിങ്സ് ഡബിൾ ഇൻവേർട്ടഡ് കോമ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ ഇൻവേർട്ടഡ് കോമ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടും പൈത്തണിൽ സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ്സിൽ തന്നെ ഇൻഡെക്സിങ് നോക്കുകയാണെങ്കിൽ, അതായത് നെയിം ഇസ് ഈക്വൽ ടു പൈത്തൺ എന്ന് കൊടുത്തു, പൈത്തൺ എന്ന് കൊടുത്തു. ഇതിത്തെ ഓരോ ലെറ്റേഴ്സും നമുക്ക് എടുത്തിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സിങ് എന്ന് പറയും. അതായത് ഇപ്പൊ പൈത്തണിൽ PYTHON ദാറ്റ് ഈസ് 6 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ, ആ 6 ലെറ്റേഴ്സ് നമുക്ക് ഇൻഡെക്സ് ചെയ്യണം ഓരോ ലെറ്റേഴ്സ് ആയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. പ്രിന്റ് ഫംഗ്ഷനകത്ത് നമ്മൾ ചെയ്യുന്നത് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലത്തെ ഫസ്റ്റത്തെ ക്യാരക്ടർ നമുക്ക് പ്രിന്റ് ചെയ്യണം എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു, പി കിട്ടി. കണ്ട, ദിസ് ഇറ്റ്. അതായത് 0 എന്ന് പറയുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് പിക്കാണ് കിട്ടുന്നത്. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Y എന്ന് പറഞ്ഞ ലെറ്റർ പ്രിന്റ് ആയിട്ട് കിട്ടും. ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1 കൊടുത്തു, സേവ് ചെയ്തു, റൺ ചെയ്തു, Y കിട്ടി. കണ്ടോ, ഇതാണ് അപ്പം എന്ത് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. 2 കൊടുത്തു, ടി കിട്ടി. അപ്പൊ ഇൻഡെക്സിങ് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇൻഡെക്സ്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമല്ല, എന്നാലും നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്, ഡെഫിനറ്റ്ലി ആവശ്യമുള്ള സംഭവമാണ്. എന്നാലും നമ്മൾ അത്ര യൂസ് ചെയ്യാത്ത കുറച്ച് സംഭവങ്ങളാണ്. അത് ചില സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും, ചില സമയത്ത് നമുക്ക് യൂസ് ചെയ്യാറില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താ അതെന്ന്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. നെയിം ഇസ് ഈക്വൽ ടു സ്നിപ്പെറ്റ്സ് എന്ന് മാത്രം കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് ഇത് ഫുൾ ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എനിക്ക് പ്രിന്റ് ചെയ്യണം. പക്ഷെ ഞാൻ എഴുതിയത് സ്മോൾ ലെറ്ററിലാണ്, പക്ഷെ എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, അതിന് പൈത്തണിനകത്തൊരു വഴിയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. എങ്ങനെ പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എങ്ങനെ പ്രിന്റ് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ പ്രിന്റ് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മുടെ വേരിയബിളിന്റെ പേര് നെയിം എന്നാണ്. അപ്പൊ നെയിം ഡോട്ട് അപ്പർ കേസിൽ, അതിനകത്ത് സെൽഫ് എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് കണ്ടോ? അവിടെ കണ്ടോ സെൽഫ് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ്? ആ ആർഗ്യുമെന്റിനെ കുറിച്ച് ഇപ്പൊ നോക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു വേരിയബിളിന്റെ ക്ലാസ് പഠിക്കുമ്പോൾ അതിൽ വരുന്ന സംഭവമാണത്. അത് നമുക്ക് ഇപ്പോൾ നോക്കാനായിട്ടില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ആർഗ്യുമെന്റ് ഒന്നും കൊടുക്കണ്ട, നെയിം ഡോട്ട് അപ്പർ. അപ്പോ ഇവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സ്ട്രിങ്ങിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഫുൾ ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ആർഗ്യുമെന്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ കിട്ടി. ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചിട്ട് സ്മോൾ ലെറ്ററിൽ കിട്ടാൻ നോക്കാം. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചു, ഇനി സ്മോൾ ലെറ്ററിൽ എനിക്ക് കിട്ടാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഈ അപ്പർ മാറ്റിയിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? ലോവർ എന്ന് കൊടുക്കുക. എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യാം, സ്മോൾ ലെറ്ററിൽ കിട്ടി. ഓക്കെ, ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തത്തെ ഒരു വേർഡ് എനിക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പൊ അതിന്റെ ഇൻഡെക്സ് എനിക്ക് കിട്ടും. അതായത് നെയിം ഡോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ട്, നെയിം ഡോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്ത് എനിക്കിപ്പോ ഐന്റെ ഇൻഡെക്സ് ആണ് കിട്ടണമെങ്കിൽ ഞാൻ ഐ എന്ന് കൊടുക്കുന്നു, ജസ്റ്റ് സേവ് ചെയ്തിട്ട് റൺ ചെയ്യുന്നു. എനിക്ക് ഐന്റെ ഇൻഡെക്സ് കിട്ടി 2. I0 ഇതാണ്, 1 2, I2 പൊസിഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ ലോവർ കേസ് ആക്കാനും അപ്പർ കേസ് ആക്കാനും പിന്നെ ഫൈൻഡ് ചെയ്യാൻ ഇനി നമുക്ക് ഇതിനകത്തൊരു വേർഡ് റീപ്ലേസ് ചെയ്യണം. ഇപ്പൊ എസ് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് സെഡ് ആക്കണം വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് മാറ്റിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റീപ്ലേസ്. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന വേരിയബിളിനനുസരിച്ച് ഈ നെയിം എന്ന് പറഞ്ഞ സാധനം മാറും കേട്ടോ. ഇവിടെ നമ്മളപ്പോൾ റീപ്ലേസ് യൂസ് ചെയ്യുന്നു. റീപ്ലേസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് പറയുന്നു? ഐനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വെക്കണം? സോറി, ഐനല്ല, എസിനെ റീപ്ലേസ് ചെയ്ത് അതിന് പകരം എന്ത് വെക്കണം? സെഡ് വെക്കണം എന്ന് പറയാം. സെഡ് വെക്കണം എന്ന് പറഞ്ഞു, ജസ്റ്റ് റൺ ചെയ്യുന്നു, നമുക്ക് കിട്ടും സ്നിപ്പെറ്റ്സ്. കണ്ട, ഇതാണ് സംഭവം. അപ്പൊ ഇത് വളരെ ചെറിയൊരു സംഭവമാണ്, എന്നാലും അത്യാവശ്യം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് സംഭവം. നല്ല രസമല്ലേ ഗൈസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത്. പക്ഷേ നമ്മൾ എൻഡ് ചെയ്യാനായിട്ടില്ല. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്യാം. ആ ആക്ടിവിറ്റി ഇപ്പോൾ ദാ സ്ക്രീനിൽ കാണും. അപ്പോൾ guys, see you in next video. Take care. Bye bye.